Hello guys, welcome back to Star Live Tech. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽമിയിൽ നിന്ന് ഒരു പുതിയ 5G ഡിവൈസ് കൂടി വരുന്നുണ്ട്. Realme X3. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ തയ്യാറാക്കുന്ന വീഡിയോ കംപ്ലീറ്റ്ലി റൂമേഴ്സ് ആൻഡ് ലീക്സിന്റെ അടിസ്ഥാനത്തിലാണ്, ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. സോ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ 6.57 ഇഞ്ചിന്റെ IPS LCD പാനലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഒരു ഡുവൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറാസുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 83.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് 192 grams ആണ്. അതോടൊപ്പം തന്നെ ഗോറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ Realme X2 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. എന്തുകൊണ്ടോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്കൊരു IPS LCD പാനലാണ് വരുന്നത്. പിന്നെ നമ്മൾ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ Qualcomm Snapdragon 765G എന്നൊരു ഒക്ടാകോർ പ്രോസസ്സറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നതാണ്. Realme X2 നമുക്ക് 730G ഒക്ടാകോർ പ്രോസസ്സർ ആയിരുന്നു വന്നിരുന്നത്. Realme X2 നിന്ന് X3യിലേക്ക് വരുന്ന സമയത്ത് പെർഫോമൻസിൻ്റെ ഭാഗത്ത് നല്ലൊരു അപ്ഗ്രേഡിങ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ Android 10 ബേസിലായിരിക്കും റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ Adreno 620 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ GPU. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 വേരിയൻസ് ആയിരിക്കും ലഭിക്കുക. ബേസ് വേരിയന്റ് വരുന്നത് 6GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. മിഡിൽ വേരിയന്റ് 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. ആൻഡ് ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് 12GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. UFS 2.1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇനി നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പ്രൈമറി സെൻസർ 48 മെഗാപിക്സൽ ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായിട്ട് 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും പിന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പിന്നെ LED ഫ്ലാഷും നമുക്ക് റിയർ സൈഡിൽ കാണാം. ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് Realme X2 ഒരു പ്രൈമറി സെൻസർ വന്നിരുന്നത് 64 മെഗാപിക്സൽ ആയിരുന്നു. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസറാണ് വരുന്നത്. സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ ഡുവൽ സെൽഫി ക്യാമറാസ് ആണ്. 16 മെഗാപിക്സലാണ് പ്രൈമറി സെൻസർ, f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായിട്ട് 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ബാറ്ററിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് Realme X2 നിന്ന് ചെറിയൊരു അപ്ഗ്രേഡിംഗ് ഉണ്ട്. 4100 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. X2 നമുക്ക് 4000 mAh ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അപ്ഗ്രേഡിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിം 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ 3.5mm ഓഡിയോ ജാക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. ഫിംഗർ പ്രിന്റ് സെൻസർ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ Realme X3 എന്ന സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻസ്. അറ്റ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റും പ്രൈസുമാണ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ May 8-നാണ് ഇന്ത്യയിൽ ലോഞ്ചിങ് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 6GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജ് എന്ന വേരിയൻറ്റിന് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 17,000 രൂപയാണ്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഒരു ചെറിയ ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ക്യാമറയെക്കുറിച്ചും ഡിസ്പ്ലേയെക്കുറിച്ചുമാണ്. ബട്ട് ഓവറോൾ 5G സപ്പോർട്ട് ചെയ്യുന്നതാണ്, മികച്ച പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മികച്ചത് തന്നെയാണ് Realme X2 നിന്ന് നോക്കുന്ന സമയത്ത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ലീക്സിൻ്റെ റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ സ്പെസിഫിക്കേഷൻസോടെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത് എങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയോട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.